കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടി ലഭിച്ചു. അതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ നമുക്കൊരു പ്രാഗൽഭ്യം വേണം. ആ പ്രാഗൽഭ്യത്തെയാണ് നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നത്. നല്ല മനസ്സാക്ഷിയുള്ളവർക്ക്, അതായത് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, മറ്റുള്ളവർക്ക് ആർക്കും ഒരു ദോഷവും വരുത്തിയിട്ടില്ലാത്ത, നിയമത്തെ അനുസരിക്കുന്ന ഒരു പൗരന് ധൈര്യമായിട്ട് പറയാൻ കഴിയും, ഞാനൊരു കുറ്റമില്ലാത്ത മനസ്സാക്ഷി സൂക്ഷിക്കുന്ന മനുഷ്യനാണെന്ന്. ഇത് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായത്തിൽ ഫെലിക്സ് എന്ന രാജാവിൻ്റെ മുൻപിൽ വിസ്താരത്തിൽ നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നു, എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന്. സ്തോത്രം! എത്ര വലിയ പ്രാഗൽഭ്യമാണ് പൗലോസിനുള്ളത്! ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും കുറ്റമില്ലാത്ത മനസ്സാക്ഷി തനിക്കുണ്ട് എന്ന് പറയുവാൻ കഴിയുന്നത് ഒരു വലിയ ധൈര്യമാണ്. സ്തോത്രം! അതായത് രാജ്യത്തിൻ്റെ നിയമങ്ങളെയും ഭരിക്കുന്ന ഭരണാധിപന്മാരുടെ എല്ലാവിധമായ കൽപ്പനകളെയും കൃത്യമായി അംഗീകരിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവകൽപ്പനകളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പൗലോസിന് വ്യക്തമായി അറിയാം. സ്തോത്രം! അതുതന്നെയാണ് 23-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും പൗലോസ് പറയുന്നത്. ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിന് മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം! എത്ര വലിയ പ്രാഗൽഭ്യമാണ്! സ്തോത്രം! പ്രിയപ്പെട്ടവരെ, നാം ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണെന്ന് ചിന്തിക്കുക. വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാണ്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റെഡിയാണെങ്കിൽ വാഹനത്തെ പരിശോധിക്കുന്ന RTOയോ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നാൽ നമുക്ക് ഭയമില്ലാതെ നേരെ അവരുടെ അടുക്കലേക്ക് വാഹനവുമായി ചെല്ലുവാൻ സാധിക്കും. എന്താ കാരണം? നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാണ്, ഓക്കെയാണ്, ഒരു കുറവുമില്ല. എന്നാൽ പല ആളുകളും അങ്ങനൊരു പരിശോധനയുണ്ടെന്ന് അറിയുമ്പോൾ കുറുക്കുവഴികൾ കയറി പോകുന്നത് കണ്ടിട്ടില്ലേ? എന്താ കാരണം? അവരുടെ കൈവശം ഡോക്യുമെൻറ്റ്സ് റെഡിയല്ല. തെറ്റുകൾ ചെയ്ത് അങ്ങനെ രക്ഷപ്പെടുവാനാണ് അവർ അങ്ങനെ കുറുക്കുവഴി കയറുന്നത്. എന്നാൽ എല്ലാ നിലയിലും കുറ്റമില്ലാത്ത മനസ്സാക്ഷി സൂക്ഷിക്കുന്ന ഒരു ദൈവഭക്തന്, ഒരു ദൈവ പൈതലിന് ധൈര്യത്തോടുകൂടി പറയുവാൻ സാധിക്കും, ഞാൻ ഇതാ ദൈവത്തിന് മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും ഒരു തെറ്റും ചെയ്തിട്ടില്ല, കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഞാൻ സൂക്ഷിക്കുന്നു. അതെ, ഒരു ഹല്ലേലൂയ, സ്തോത്രം, ബ്ലെയിംലെസ് കൺസൈൻസ്. അത് വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കൊരു കുറ്റമില്ലാത്ത മനസ്സാക്ഷി, ആരുടെ മുൻപിലും തലകുനിക്കേണ്ട ആവശ്യം വരികയില്ല. അതേസമയം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പോരായ്മയുണ്ടെങ്കിൽ നമുക്ക് ഒരു വിറയലുണ്ടാകും. ഹല്ലേലൂയ! പലപ്പോഴും പോലീസ് കള്ളന്മാരുടെ മുഖത്ത് നോക്കി, അവരുടെ ചേഷ്ടകൾ നോക്കിയാണ് അവരുടെ ബലഹീനത കണ്ടുപിടിക്കുന്നത്. സ്തോത്രം! അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ, കള്ളം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് അങ്ങനെയുള്ള അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് നമുക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് തെറ്റ് ചെയ്തവന് ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും തല ഉയർത്തി നിൽക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കാം, എന്നാൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്തോത്രം! അങ്ങനെയുള്ളവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസം നമുക്ക് ആമേൻ ഹല്ലേലൂയ ഒരു കുറ്റമില്ലാത്ത മനസ്സാക്ഷിയെ സൂക്ഷിപ്പുകാരായി, കുറ്റമില്ലാത്ത മനസ്സാക്ഷിയോടെ ദൈവത്തിന് മുൻപിലും മനുഷ്യരുടെ മുൻപിലും ധൈര്യമായി നിൽക്കുവാൻ ഹല്ലേലൂയ കൃപ ലഭിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരുടെ നിങ്ങളോടൊപ്പം ഉണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.